കർത്താവായ യേശുക്രിസ്തു ആടുകളെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞപ്പോൾ 100 ആടുകളെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. 99 ആടുകളെയും സുരക്ഷിതമായി മാറ്റി നിർത്തിയിട്ട് കൂട്ടം തെറ്റിപ്പോയ ഒരാടിനെ തേടിപ്പോയ ഉപമ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. ബൈബിളിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണോ നമ്മളത് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മളെല്ലാവരും പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. കൂട്ടം തെറ്റിപ്പോയ ആടുകളായിരുന്നു നമ്മളെല്ലാവരും. വഴിതെറ്റി ഒരിക്കൽ നമ്മൾ പോയിരുന്നു. ആ സമയത്ത് ലോകം നമ്മളെ കൈവിട്ടു, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കൈവിട്ടു, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൈവിട്ടു, രോഗങ്ങൾ നമുക്ക് കൂട്ടായി വന്നു, ഭാരങ്ങൾ നമുക്ക് കൂട്ടായി വന്നു, പ്രശ്നങ്ങൾ നമുക്ക് കൂട്ടായി വന്നു. എന്നാൽ ഒറ്റയ്ക്ക് ഏകനായിരുന്ന അവസ്ഥയിൽ നമ്മളെ തേടി വന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് നമ്മളെല്ലാവരും ആരാധിക്കുന്നത്. ആ കർത്താവിനെ ആരാധിപ്പാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ആ കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം ആലപിക്കാം. ഈ സമയം VOPF വർഷിപ്പ് ബാൻഡ് നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ എന്ന ഗാനം ആലപിക്കും. ആ സമയത്ത് അറിയാവുന്നവർ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നന്മയെല്ലാം
എന്താണ് പാടിയത്? ക്രൂശുമായി പോകുന്നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുമ്പിലേക്കിടുന്നു, വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിൻ്റേതല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതെൻ്റെ ജീവിതമാണ്, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാണനെ തന്നൊരു കർത്താവുണ്ട്. സ്വന്തം ജീവനെ വിലയായി നമുക്ക് വേണ്ടി നൽകിയ ഒരു കർത്താവ്. ചങ്ക് തകർത്ത് നമ്മളെ സ്നേഹിച്ചു, ചോര ചൊരിഞ്ഞ് നമ്മളെ സ്നേഹിച്ചു. ശാപമാം ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുത്തൻ തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. ആ യേശുവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. കാൽവരി ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ധ്യാനിക്കാൻ പാട്ടുകാരിങ്ങനെ പാടി, മകനെ നീ എൻ പ്രാണൻ വില, എന്നും നീ എൻ്റേത് മാത്രമല്ലോ. ഈ ഗാനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ബ്രദർ സുരേന്ദ്രൻ. മകനേ നീ എൻ പ്രാണൻ വില, എന്നും നീ എൻ്റേതു മാത്രമേ. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാംക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആ ശാപമാംക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില, എന്നും നീ എൻ്റേതു മാത്രമേ, എന്നും നീ എൻ്റേതു മാത്രമേ. മുൾമുടിച്ചൂടി ഇന്നകലേറെ ഞാനേറ്റു, എന്തലയിൽ മുൾമുടിച്ചൂടി ഇന്നകളേറെ ഞാനേറ്റു. കൈപ്പു നീർ തന്നോ പാനം ചെയ്യുവാൻ, കൈപ്പു നീർ തന്നോ പാനം ചെയ്യുവാൻ. നിൻ പേർക്കും കൈകാല
നീ പ്രാണൻ വില എന്നെന്നും നീ എന്റേതു മാത്രമേ എന്നെന്നും നീ എന്റേതു മാത്രമേ ക്ഷമയും ഞാൻ നൽകി നിൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ നിന്നെ ഞാൻ സ്വന്തമാക്കിയേ ഞാൻ നിന്നെ ഞാൻ സ്വന്തമാക്കിയേ മകനേ നീ പ്രാണൻ വില മകനേ നീ പ്രാണൻ വില എന്നെന്നും നീ എന്റേതു മാത്രമേ എന്നെന്നും നീ എന്റേതു മാത്രമേ എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു ആ ശാപമാങ്കൂഫിൽ ഞാൻ തുന്നപ്പെട്ടല്ലോ ആ ശാപമാങ്കൂഫിൽ ഞാൻ തുന്നപ്പെട്ടല്ലോ മതിയാവാതെ എൻ പ്രാണനും നൽകി മകനേ പ്രാണൻ വില മകനേ നീ പ്രാണൻ വില എന്നെന്നും നീ എന്റേതു മാത്രമേ എന്നെന്നും നീ എന്റേതു മാത്രമേ എന്നെന്നും നീ എന്റേതു മാത്രമേ എന്നെന്നും നീ എന്റേതു മാത്രമേ. Thank you. ഒരു മെഡിക്കൽ ഡോക്ടർ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാണികളിൽ യേശു തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ രണ്ടാണികളിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് യേശുവിൻ്റെ ലങ്സ് ശ്വാസകോശം ജാമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഒരല്പം ശ്വാസത്തിന് വേണ്ടി കാലിൽ അടിച്ചിരിക്കുന്ന ആണിയിൽ ചവിട്ടി യേശു ഒന്ന് പൊങ്ങുവാനിടയായിത്തീരും. ആ സമയത്ത് കാല് പിന്നെയും വിണ്ടുകയറും, ഒരല്പം ശ്വാസം കിട്ടും. വീണ്ടും കയ്യിൽ ശ്വാസം കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ ചവിട്ടുമ്പോൾ കാല് കീറും. പിന്നെ താഴേക്ക് വീഴുമ്പോൾ കൈ പിന്നെയും കീറുവാനിടയിൽ അങ്ങനെ കീറി അവസാനം ശ്വാസം കിട്ടാതെ യേശു പിടഞ്ഞു മരിക്കുവാനിടയിൽ തീർന്നു. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ പ്രാണന് വേണ്ടി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി നമ്മുടെ ജീവനെ നേടേണ്ടതിന് വേണ്ടി ഒരു ഗായകൻ പ്രാരം പാടിയിരിക്കുന്നു. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്ന് കാൽനടയായി നാഥൻ മലമുകൾ ഏറി. ഈ ഗാനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ബ്രദർ പ്രസാദ് ആൻഡ് സിസ്റ്റർ ഷലാഗ.
നീ എന്റെ ജീവനായവനേ നീ ആശ്രയമെന്നുമേ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസറകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സറകളിൽ വാഴുവാനായി കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി ജീവനേകുവനായെന്തു പാടുവിട്ടു നീ അന്നും ജീവനേകുവനായെന്തു പാടുവിട്ടു നീ എന്റെ ജീവനായവനേ നീ ആശ്രയമെന്നുമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനേ നീ ആശ്രയമെന്നുമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനേ നീ ആശ്രയമെന്നുമേ നമുക്കെല്ലാവർക്കും കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീണാക്കിയ കർത്താവിനെ നമുക്ക് പരിചയമുണ്ട്. കുരുടരുടെ കണ്ണുകളെ സൗഖ്യമാക്കിയ കർത്താവിനെയും നമുക്ക് പരിചയമുണ്ട്. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ഒരു ദൈവമാണ്. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ അവിടെ വീഞ്ഞിന് ക്ഷാമം നേരിട്ടു. ആ സമയത്ത് നമ്മുടെ അരുമനാഥൻ ആ വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്.
സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ സൃഷ്ടിയെ കൊണ്ടുവന്നപ്പോൾ സൃഷ്ടിക്ക് രൂപമാറ്റം വരുവാൻ ഇടയായി തീർന്നു. കുരുടനായൊരു മനുഷ്യനെ സൃഷ്ടികർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവന് കാഴ്ച ലഭിപ്പാൻ ഇടയായി തീർന്നു. ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പ്രശ്നങ്ങളാലോ ഭാരങ്ങളാലോ രോഗങ്ങളാലോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ, സൃഷ്ടിതാവായ കർത്താവിൻ്റെ മുമ്പിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതാണ്. വെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു കർത്താവ്, കുരുടന് കാഴ്ച കൊടുത്തൊരു കർത്താവാണ് ഇന്ന് ഞങ്ങൾ സേവിക്കുന്നത്, ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. Water you turned into wine, opened the eyes of the blind എന്ന ഗാനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു സിസ്റ്റർ പോസിസ്. Water you
നമുക്കും ചേർന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർ ഗാഡ് ഈസ് ഗ്രേറ്റർ, അവർ ഗാഡ് ഈസ് ഹീലർ, ഗോഡ് യു ആർ ഹയർ ദാൻ എനി അതർ. ഇന്ന് നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കാലമാണ്. ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയും എല്ലാം ഒത്തിരി ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. 1K 2K 3K അങ്ങനെ പറഞ്ഞ ആയിരങ്ങൾ ഫ്രണ്ട്സായിട്ട് നമുക്ക് ഉണ്ട്. പക്ഷേ എത്ര സുഹൃത്തുക്കളെ നമുക്ക് ലഭിച്ചാലും, ആരെയൊക്കെ ലഭിച്ചാലും, ആയിരങ്ങളെ ലഭിച്ചാലും, കോടികളെ ലഭിച്ചാലും അവരൊന്നും നമ്മുടെ ദൈവത്തിന് തുല്യമായി വരികയില്ല. ആയിരങ്ങൾ പാർത്താലും കോടിസനം ഇരുന്നാലും ഉമ്മൈ വീട് അഴക് ഇന്നും കണ്ടുപിടിക്കലേ. നമ്മുടെ ദൈവത്തിനേക്കാൾ സുന്ദരനായ വേറെ ആരെയും നമുക്ക് കാണുവാൻ സാധിക്കില്ല. നമ്മുടെ ദൈവത്തിനേക്കാൾ അഴകുള്ള ആരെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ആ ദൈവത്തെ മറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ ദൈവത്തെ കൈവിട്ട് കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു കർത്താവിനെയാണ് നമ്മൾ ഇന്നിവിടെ ആരാധിക്കുന്നത്. ആയിരങ്ങൾ പാർത്താലും കോടിസനം ഇരുന്നാലും ഉമ്മൈ വീട് അഴക് ഇന്നും കണ്ടുപിടിക്കുകയില്ല എന്ന തമിഴ് ഗാനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. സിസ്റ്റർ ഷലാഗ. ആയിരങ്ങൾ പാർത്താലും കോടിസനം ഇരുന്നാലും
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാലും ഒരു വലിയൊരു ആഗ്രഹം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ്. എന്താണത്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാണ് നാഥൻ്റെ വരവ് എന്നാലോചിച്ചുകൊണ്ട്, എൻ്റെ പ്രിയൻ എന്ന് കടന്നു വരും, എൻ്റെ നാഥനെ എന്ന് കാണുവാൻ പറ്റും എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ, വലിയ കാംക്ഷയോടെ, വലിയ ആകാംക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. നമ്മുടെ നാഥനെ കാണാൻ വേണ്ടി നമ്മളെല്ലാ ദിവസവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും ഒരുങ്ങി പാർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയനെ എതിരേൽക്കേണ്ടതിന് വേണ്ടി ദീപം തെളിക്കേണ്ടതുണ്ട്, എണ്ണ നിറയ്ക്കേണ്ടതുണ്ട്. ഒരാർപ്പുവിളി നമുക്ക് മുമ്പിലുണ്ട്. തിന്മകളെല്ലാം തീരുന്നൊരു സമയം വരുന്നു, കണ്ണുനീരെല്ലാം മാറുന്നൊരു സമയം വരുന്നു, മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയം കടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം, നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗം ഒരുങ്ങിയിടാം. VOPF വർഷിപ്പ് ബാൻഡ് ഈ ഗാനം ഇപ്പോൾ ഇവിടെ ആലപിക്കുന്നു. നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗമൊരുങ്ങിടാം. ദീപം തെളിയിക്കാറായി, ഓ ദീപം തെളിയിക്കാറായി, ഓ ദീപം തെളിയിക്കാറായി, നാം വേഗമൊരുങ്ങിടാം. എണ്ണ നിറയ്ക്കാറായി, ഓ എണ്ണ നിറയ്ക്കാറായി, ഓ എണ്ണ നിറയ്ക്കാറായി, നാം വേഗമൊരുങ്ങിടാം. ആർപ്പൊലി കേൾക്കാറായി, ഓ ആർപ്പൊലി കേൾക്കാറായി, ഓ ആർപ്പൊലി കേൾക്കാറായി, നാം വേഗമൊരുങ്ങിടാം. തിന്മകൾ തീരാറായി, ഓ തിന്മകൾ തീരാറായി, ഓ തിന്മകൾ തീരാറായി, നാം വേഗമൊരുങ്ങിടാം. കണ്ണുനീർ തോരാറായി, ഓ കണ്ണുനീർ തോരാറായി, ഓ കണ്ണുനീർ തോരാറായി, നാം വേഗമൊരുങ്ങിടാം. മരിച്ചവർ ഉയർക്കാറായി, ഓ മരിച്ചവർ ഉയർക്കാറായി, ഓ മരിച്ചവർ ഉയർക്കാറായി, നാം വേഗമൊരുങ്ങിടാം. വേലി കഴിക്കാറായി, ഓ വേലി കഴിക്കാറായി, ഓ വേലി കഴിക്കാറായി, നാം വേഗമൊരുങ്ങിടാം. നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗമൊരുങ്ങിടാം. നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗമൊരുങ്ങിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ചില ഗാനങ്ങളെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. വലിയൊരു അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും പകരുന്ന ഒരു സമയമാണ്. ചേർന്ന് നമുക്ക് ആരാധിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. എല്ലാവരും കരങ്ങളടിച്ചേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ.
തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിയുടെ കാൽത്തലയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ ഇനി മഴയായി പെയ്യണമേ. കർമ്മേലിയുടെ കാൽത്തലയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അതിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ, ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ, ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ, ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ, ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ, ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ, ദേവനിൻ നല്ല ദൂതങ്ങൾ നമ്മെ സൂക്ഷിക്കും, ഇങ്ങ്
പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുകേ ദേവനിൻ തൂയ അഗ്നി ഇന്ന് നമുക്കുള്ളിൽ ഇറങ്ങി വന്നിടുകേ ദേവനിൻ തൂയ അഗ്നി ഇന്ന് നമുക്കുള്ളിൽ ഇറങ്ങി വന്നിടുകേ ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുകേ ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുകേ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുകേ ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുകേ വാനത്തിൻ അഭിഷേകം വാനത്തിൻ അഭിഷേകമേ ഇன்று നമുക്കുള്ളിൽ നിറഞ്ഞി വഴിയുതേ വാനത്തിൻ അഭിഷേകമേ ഇன்று നമുക്കുള്ളിൽ നിറഞ്ഞി വഴിയുതേ ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുകേ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുകേ ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുകേ ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുകേ ഹല്ലേലൂയ 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 അമ്പേ യെരൂശലേ അമ്പരെ വരുന്ന നാളിൽ